അസ്സാം വലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു യാത്രയിലാണ് ഉള്ളത്. ഇന്ന് നമ്മൾ ജയ്പൂരിലാണ് ഉള്ളത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, തലേ ദിവസം നമ്മൾ ജയ്പൂരിൽ വന്ന് സ്റ്റേ ചെയ്തതാണ്. അപ്പോൾ രാവിലെ കുളിച്ച് ഫ്രഷായി ഇന്ന് കുറേ നടക്കാനായിട്ടുണ്ട് ഇന്നത്തെ ലിസ്റ്റിൽ. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് വേറെ ഇത് നടക്കാനും നല്ല സൗകര്യപ്രദമായിട്ടുള്ളത്. അപ്പോൾ ഒരു ഇന്നറും അതിൻ്റെ മേലെ ഒരു കഫ്താൻ ടൈപ്പ് ലോങ് ടോപ്പും അങ്ങനെയാണ് ഇന്നത്തെ ഡ്രസ്സ് ഉള്ളത്. അപ്പോൾ ഓരോരുത്തരും ഫ്രഷായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും വേഗം നമ്മൾ ടൈം മെയിനായിട്ടൊരു ഘടകമാണ് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ എപ്പോഴും ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ഒരു ജയ്പൂരിൽ നമ്മുടെ ഡൽഹിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തത ഉണ്ട് നമ്മുടെ കറികളിലൊക്കെ ടേസ്റ്റ്. ജയ്പൂർ സിറ്റിയിലൊക്കെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ രാജസ്ഥാനി ശൈലിയുള്ള ഫുഡ് ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദാൽ ബത്തി ചൂർമ, ഗേവാർ, കുൽഫി ഇതൊക്കെ ഇവരുടെ ട്രഡീഷണൽ ഫുഡാണ്. അപ്പോൾ അങ്ങനത്തെ ഫുഡും പിന്നെ ഇന്ന് നമുക്കിവിടെ ബുഫേയിൽ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ഗുലാം ജാമാണുള്ളത്, ആ ഒരു ടേസ്റ്റ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗുലാം ജാമ. അപ്പോൾ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളൊരു മെയിൻ ഉദ്ദേശത്തിലാണ് ഞാൻ എല്ലാം ഒന്ന് കുറച്ച് എടുത്തിട്ട് ടേസ്റ്റ് നോക്കുന്നുണ്ട്. കുറേയൊക്കെ ഞാൻ അവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, അവരുടെ പേരും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ എന്നോട് മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു, അത് കുറച്ച് കഴിച്ച് പിന്നെ എല്ലാവരും തിരിച്ച് വേഗം ബസ്സിലേക്ക് കയറി യാത്ര തുടർന്നു. കാരണം നമുക്ക് കുറച്ച് ഉണ്ട് ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തിലേക്ക് നമ്മൾ സമയം മെയിനായിട്ടൊരു ഘടകമാണ് നമ്മൾക്ക് പോകാനായിട്ടുള്ള. പിങ്ക് സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ജയ്പൂരിൽ പ്രധാനമായിട്ടുള്ള നമ്മൾ കാണേണ്ട രാത്രിയും ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് ജയ്പൂരിൻ്റെ ഈ ഒരു പിങ്ക് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ചുറ്റും തന്നെയാണ് മാർക്കറ്റ്, മെയിനായിട്ട് ജയ്പൂരിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് സിറ്റിക്ക് അടുത്ത് തന്നെയാണ്. ജയ്പൂരിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോകൾ, ഇ റിക്ഷകൾ, ബൈക്ക് ടാക്സികൾ, ബസ്സുകൾ. അങ്ങനെ നമ്മളെ നാട്ടിൽ ഓട്ടോ ബസ് അങ്ങനെയല്ല, ഒരുപാട് നമുക്ക് ഈ ഒരു ബൈക്ക് റിക്ഷകളൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാട്ടോ ഈ ഒരു സ്ഥലത്ത് നിന്ന്. അത്യാവശ്യം രാജസ്ഥാനിൽ നിന്നുള്ളത് എൻ്റെ ഒരു മനസ്സിൽ ജയ്പൂർ എന്ന് പറയുമ്പോൾ ഭയങ്കര വരണ്ട മരുഭൂമി പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ അത്യാവശ്യം പച്ചപ്പൊക്കെ ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആംബർ ഫോർട്ടിലേക്ക് പോകുന്ന ചുറ്റും വലിയൊരു മതിൽ കാണാൻ കഴിയും. അങ്ങനെ അവിടെ നമ്മൾ ബസ് ഇറങ്ങി ഇവിടെ നമ്മളില്ലേ ഒരു ജീപ്പിൽ വേണം പോകാനായിട്ട്. അപ്പോൾ കുറച്ചുണ്ട് നടന്നു പോകാൻ പറ്റിയില്ല ആ ഒരു സ്ഥലത്തേക്ക്. നമുക്ക് ഇവിടെ ജീപ്പാണ് ഒരുപാടുള്ളത്. അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറിയിരുന്നു. സാധാരണ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഒരു കുലുങ്ങി ഒരു യാത്രയുണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു ഈ ഒരു ജീപ്പിലുള്ള യാത്ര എന്ന് പറയുന്നത്. ഈ ഒരു എൻട്രൻസിലേക്ക് എത്താൻ കുറച്ച് അത്യാവശ്യം ദൂരമുണ്ട്, നമുക്കെന്താ നടന്നുകൊണ്ട് എത്താനൊന്നും പറ്റൂല. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പണ്ടേ താജ്മഹൽ കാണണം. ഡൽഹിയും എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞാനിപ്പം നിൽക്കുന്നത്, ജയ്പൂർ എന്ന് പറഞ്ഞത്. രാജസ്ഥാനിൽ എത്തിപ്പെടും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ നമ്മുടെ ഒരു പാക്കേജാണല്ലോ, ആ ഒരു പാക്കേജിൽ ജയ്പൂർ ഉൾപ്പെട്ടപ്പോൾ പിന്നെ നമ്മൾ അത് ഒഴിവാക്കിയാലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജയ്പൂറും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കാരണം രാജസ്ഥാനിൽ കുറേ ട്രഡീഷണലായിട്ട് സംഭവമുള്ളൊരു സ്ഥലമാണ്. ഇവരുടെ മ്യൂസിക് ആയാലും പിന്നെ പാവക്കൂത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ട്രഡീഷണൽ സംഭവം രാജസ്ഥാനിലുണ്ട്. അപ്പോൾ രാജസ്ഥാനിൽ ജയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ 250 കിലോമീറ്റർ ഉണ്ട് ആഗ്രയിൽ നിന്ന് ജയ്പൂരിലേക്ക് നമുക്ക്. എന്നാൽ പോലും ആ ഒരു സ്ഥലത്ത് എന്തായാലും ഒരു ദിവസം യാത്ര ചെയ്ത് നമ്മളെത്തി. അത്യാവശ്യ സ്ഥലങ്ങളും കൂടി കാണാനായിട്ട് പിന്നെ നമ്മൾ ജയ്പൂരിലായിട്ട് പോകാൻ എന്തായാലും ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മൾ ജയ്പൂർ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമില്ല. അത്യാവശ്യം നല്ലോണം കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് ഈ ഒരു ഫോർട്ട് എന്ന് പറയുന്നത്. ചുറ്റും ഭയങ്കര മതിലാണ്. പിന്നെ ഇതിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അപാര വ്യൂ തന്നെയാണ് കേട്ടോ. നമുക്ക് ഏകദേശം ജയ്പൂർ മൊത്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഉണ്ടാവും, അത്രയും വ്യൂ ആണ് ഇതിൻ്റെ മേലെ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ലേ ആ ഒരു പച്ചപ്പ്. നമ്മൾ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ഒട്ടും പച്ചപ്പ് ഇല്ലാത്തതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷേ ജയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴാണ് മനസ്സിലാകുന്നത് അത്യാവശ്യം പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. ജയ്പൂർ സിറ്റിയിൽ നമുക്ക് 11 കിലോമീറ്റർ പോയാലാണ് ഈ ഒരു ആംബർ ഫോർട്ടിലേക്ക് എത്തപ്പെടുന്നത്. നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ജയ്ഗഡ് കോട്ട അപ്പുറത്തോ നേരെ ഓപ്പോസിറ്റ് അതും കാണാൻ കഴിയും. നമ്മുടെ അക്ബർ ചക്രവർത്തി എല്ലാ മതക്കാർക്കും ഒരേ പ്രാധാന്യം നൽകിയിരുന്നുള്ള ഒരു തെളിവാണിത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം രജപുത്ത് വംശത്തിലുള്ള സ്ത്രീയും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രജപുത്ത് വംശത്തിലെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, പുറത്തുള്ള ആൾക്കാരെ കാണാൻ കഴിയില്ല, അങ്ങനെ ജീവിച്ചിരുന്നൊരു ശൈലിയാണ്. നമ്മളത് പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ പണ്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പല കഥകൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് അവിടുത്തെ ഗൈഡുകൾ പറയുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ കൗതുകം ഉണ്ടാവും.
ഓരോ കാര്യങ്ങൾ. ഇതാണ് നമ്മളെ കണ്ണാടി കൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. ആ ഒരു ചെറിയൊരു സ്പേസ്. അവിടുന്ന് ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്ത് നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് കയറിയാൽ നമുക്കിങ്ങനെ ഓരോ അറകൾ കാണാൻ കഴിയും. അതായത് ഈ ഒരു സ്ത്രീകൾക്ക് അവർക്ക് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് പല അറകൾ ഇങ്ങനെ വിൻഡോസ് വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് തീരെ ഒട്ടും പുറത്ത് പോകാൻ അനുവാദം ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു രജപുത്ര സ്ത്രീകൾക്ക്. പിന്നെ അവരുടെ ഒരു ജീവിത ശൈലി, അവരുടെ ഡ്രസ്സിങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ആകർഷണമുള്ള ഒരാളാണ് ഞാൻ. ഈ ഒരു പിന്നെന്താ പറയുക, രാജസ്ഥാനിലെ സ്ത്രീകളെ കാണാൻ നമ്മൾ നിറയെ വളകൾ ഇട്ടിട്ടുള്ള, അതായത് ആ വളകൾ അവർ അണിയുന്നത് കൈകൾ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു കഥയുണ്ട്. എത്രത്തോളം സത്യം എന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടെ കാണാൻ കഴിയുന്ന മെയിനായിട്ടുള്ളത് പാവക്കൂത്താണ്. പാവക്കൂത്ത് ശരിക്കും നമ്മളെ കേരളത്തിൽ കഥകളിനെ അനുസ്മരിച്ചുകൊണ്ടുള്ളതാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ പാവക്കൂത്ത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എല്ലായിടത്തും ഈ ഒരു പാവക്കൂത്ത് നമുക്ക് കാണാൻ കഴിയും ജയ്പൂരിൽ. അങ്ങനെ ഇവിടെ നല്ല വില കുറഞ്ഞിട്ട് ചെരുപ്പ് കിട്ടുന്നുണ്ട്. 100 രൂപക്ക് 50 രൂപക്ക് വരെ ചെരുപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നൊന്നും അറിയില്ല. അങ്ങനെ അവിടുന്ന് ചെരുപ്പൊക്കെ ഞാൻ താജ്മഹലിൻ്റെ അടുത്ത് ഞാനൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനൊരു 200 റുപ്പീസുള്ള അതേ ചെരുപ്പിന് ഇവിടെ ജയ്പൂരിൽ 100 രൂപക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ബസ്സിൽ കയറിയിട്ട് അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓരോ കിലോമീറ്റർ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തിലേക്കുള്ള ആ ഒരു ശരിക്കും കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ യാത്രയും പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ജൽമഹൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഇവിടുത്തെ എന്തെല്ലോ നിയമക്കുരുക്കുകൾ കാരണം നമുക്കുള്ളിലേക്ക് പ്രവേശനമില്ല. അതെന്തെല്ലോ നിയമ തടസ്സങ്ങളുണ്ട്. അതിങ്ങനെ ടൂറിസ്റ്റുകൾക്കാർക്കും അത് ഓപ്പൺ അല്ല. നമുക്കിങ്ങനെ ചുറ്റും നടന്ന് കാണാൻ മാത്രമേ ഇത് കഴിയുള്ളൂ. പക്ഷേ ഒരു ഫീലാണ് കേട്ടോ. നല്ലൊരു മഴയും വന്നു ഞങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ ഉള്ളപ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും നല്ലപോലെ നനഞ്ഞ് കുളിർച്ച്. കാരണം ഇവിടെ കയറി നിൽക്കാൻ നമുക്കൊരു സ്ഥലമില്ല, ഓപ്പൺ സ്പേസ് ആണല്ലോ. പിന്നെ ഞങ്ങൾ വെയിൽ കൊള്ളുന്നതിന് വേണ്ടി 2 കുട എടുത്തത് കൊണ്ട് ഭാഗ്യത്തിന് ആ കുടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ടില്ലായിരുന്നു നിന്ന്. പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഞാൻ മാക്സിമം ഈ ഒരു ജയ്പൂരിൽ ഉള്ള യാത്രയിൽ കുറേ ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ച് യാത്ര ആസ്വദിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കലും കാരണം ഫോണിലായി പോകുന്നുണ്ട് കുറേ സമയം. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഫാമിലിയോടൊപ്പമുള്ളൊരു യാത്രയല്ലേ, അപ്പം മാക്സിമം കുട്ടികളോടോ ഹസ്ബൻഡോ ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടതുകൊണ്ട് കുറച്ചൊക്കെ ഫോണൊക്കെ ഞാൻ ചില സമയത്ത് അങ്ങ് മറന്നു പോകും. നമ്മൾ യാത്രയിലങ്ങ് അലിഞ്ഞു ചേരാമെന്ന് പറയില്ലേ. അപ്പോൾ ഇതാണ് സിറ്റി പാലസ്. ഇവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ലോണം മഴയായിട്ടുണ്ട്. കാരണം നമ്മൾ ജൽമഹലിനെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ പിന്നെയും കുറച്ചുകൂടി ശക്തമായി. പിന്നെ ഇത് ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് പോകണം, നമുക്ക് കുറച്ച് ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ മഴ എന്തായാലും നനയും. മഴ നനഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നായിട്ട് കാണാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ടൈം പ്രത്യേകമായിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഒരു ഘടകമാണ്. ഇല്ലെങ്കിൽ അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് നഷ്ടപ്പെടും. എല്ലാം ഇവിടെ 5 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾക്ക് എത്തിപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നടന്ന് കാണാൻ തുടങ്ങി. ഇവിടെയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് മ്യൂസിയം പോലെ വെച്ചിട്ടുണ്ട്. ഇവരുടെ പണ്ടത്തെ യുദ്ധകാലത്ത് ഉപയോഗിച്ച സാധനങ്ങൾ, ഇവിടുത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, അങ്ങനെ മ്യൂസിയം പോലെ ഒരുപാട് നടന്ന് കാണാനായിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം നമ്മൾ നടന്ന് കണ്ട്, കാരണം ഓരോന്ന് കാണുമ്പോൾ അടുത്ത കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റും. വാങ്ങിക്കാൻ പറ്റുന്നത് വള, മാല, മോതിരം. അപ്പോൾ ചെറിയ റേറ്റ് മുതൽ വലിയ റേറ്റ് വരെയുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ചും കൂടി നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുറത്ത് നമുക്ക് എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ടെന്ന് അറിയില്ല. ഇത് നമുക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നി. പക്ഷേ നമുക്കവിടെ ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. വിശപ്പെന്ന് പറയുമ്പോൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വിശപ്പും കുട്ടികൾക്കൊക്കെ വിശപ്പും ദാഹമൊക്കെ വരും. വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട്, എന്നാൽ പോലും കുട്ടികൾക്ക് നല്ല വിശക്കെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത് മാക്സിമം കണ്ടിറങ്ങാതെ നമുക്ക് പിന്നെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാക്സിമം കണ്ടിറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ നമ്മൾ ട്രാവലറിലല്ല ഇനി അങ്ങോട്ട് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫുഡ് കഴിക്കുന്ന ഏരിയയിലൊക്കെ നമുക്ക് പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ട്രാവലർ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ജയ്പൂരിലൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള. അങ്ങനെ ഈ ഒരു വണ്ടിയിലാണ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ സൗകര്യമാണ്. കാരണം ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പിങ്ക് സിറ്റിയാണ് ഇത്, മൊത്തത്തിൽ പിങ്ക് സിറ്റിയാണ്. ഇവിടെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് എവിടെ കിട്ടുന്ന അന്വേഷിച്ച് നമ്മൾ അത്യാവശ്യം വൃത്തിയുമാണല്ലോ, അങ്ങനെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിപ്പെട്ടിട്ടുണ്ട്.
ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നുകൂടെ ഹൈ ക്ലാസ് അല്ലേ ലോ ക്ലാസ്, തീരെ ലോ ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഹൈ ആയിട്ടില്ല, അത്യാവശ്യം ഫുഡിന് റേറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. നമുക്ക് ഈ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എന്താ മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും വേണം, എന്നാലൊട്ട് നമുക്ക് ആ ഒരു സാധാ ചെറിയ ചെറിയ കടകളുണ്ട്, നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്ന അത്രയും ചെറിയ, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജയ്പൂറൊക്കെ കണ്ടുവരാൻ പറ്റും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേട്ടോ. അത്രയും നമുക്ക് ചെറിയ റേറ്റിന് താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ജയ്പൂർ. അങ്ങനെ നമ്മൾ ഹൈ ക്ലാസ്സിലായിട്ട് പോകുന്നത് പോലെയല്ല, ലോ ആയിട്ട് നമുക്ക് പോയിട്ട് വരാം. പക്ഷെ നമ്മൾ കുട്ടികൾ ഫാമിലി ആയിട്ടെല്ലാം പോകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെയുള്ള റെസ്റ്റോറൻറ്റൊക്കെ കയറി, മെയിനായിട്ട് നമുക്ക് ബാത്റൂമിലെല്ലാം പോകാനുള്ള സൗകര്യമൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെന്താണ് ഹവാ മഹൽ എന്ന് പറഞ്ഞാൽ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടേത്, അവിടത്തേക്ക് നമ്മൾ എത്തിയത്. അത്യാവശ്യം ഈ ഒരു പിങ്ക് സിറ്റി ഹവാ മഹൽ ഉള്ളിന്ന് കാണാൻ അത്ര വലിയ ഭംഗിയില്ല, നമ്മളത് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഹവാ മഹൽ നമുക്ക് കാണണമെങ്കിൽ പുറത്ത് കൂടിയാണ് ഹവാ മഹൽ കാണാനായിട്ടുള്ളത്. ജയ്പൂർ രാജവംശത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഭഗവാനാണ് കൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിരീടത്തിൻ്റെ ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു നിർമ്മിതി നമുക്ക് കാണാൻ കഴിയും ഹവാ മഹലിന്. ഇവിടെ ഇങ്ങനെ ഒരു നടുമുറ്റമുണ്ട്. ഇതിൽ മുൻകാലഘട്ടത്തിൽ രാജാക്കന്മാർ വന്ന് ഹോളി ആഘോഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയും നമുക്ക് ഇവരുടെ ഒരു പാവക്കൂത്ത് കാണാൻ കഴിയും. നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷന് ടൈമില്ല, ഏകദേശം 5 മണിയാവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത് ഇവിടുത്തെ. പിന്നെ രാത്രി നമ്മൾ ഈ ഒരു പിങ്ക് സിറ്റിയിലൂടെ പർച്ചേസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് സമയമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു പാവക്കൂത്ത് നമ്മൾ കണ്ട്, കാരണം കുട്ടികൾക്കൊക്കെ കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ഓരോ കലാകാരന്മാരെ ഒരു കഴിവല്ലേ, അപ്പോൾ എന്തായാലും നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഈ ഒരു ഹവാമഹൽ ഒരുപാട് സ്റ്റെപ്പുണ്ട് നമുക്ക് കയറിയിട്ട് പോകാനായിട്ട്. ഞാനത് സ്റ്റെപ്പ് എന്ന് ഗൈഡ് പറഞ്ഞപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷേങ്കിൽ സുഖമായിട്ട് കയറാൻ പറ്റുന്ന ഇതേപോലത്തെ സംഭവമാണ് കേട്ടോ. അങ്ങനെ കയറി പോകണം. പിന്നെ ലാസ്റ്റ് നമുക്ക് നല്ലൊരു സ്റ്റെപ്പുണ്ട് ഏറ്റവും മേലത്തെ തട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയാൽ നമുക്ക് ആ ഒരു ഹവാമഹലിൽ നിന്നുള്ള ഫുൾ ജയ്പൂരിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുള്ളൂ. ഇതാണ് വ്യൂ കേട്ടോ. നമ്മൾ മേലെ എത്തിപ്പെട്ടാലുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഒന്നൊന്നര വ്യൂ ആണ്. കാരണം ആ ഒരു ഫുൾ പിങ്ക് സിറ്റിയും ജയ്പൂർ ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഘടന ഉള്ളത്. കാരണം ഫുള്ളായിട്ട് നമുക്ക് എത്രത്തോളം എനിക്ക് ക്യാമറയിൽ കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അത്രയും ഭംഗിയായിരുന്നു അതിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ഒരു വ്യൂ കണ്ടിട്ട് ഇതിൻ്റെ മേലെ എത്തിയപ്പോൾ ഇതേപോലെ ഇങ്ങനെ അന്തം വിട്ട് നിന്ന് പോയിട്ടുണ്ട്. കാരണം താഴത്ത് നിന്നപ്പോൾ നമ്മളിപ്പോൾ ഹവാ മഹൽ ഒന്നും കാണാൻ മാത്രം ഒന്നും ഇല്ലല്ലോ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ മേലെ കയറിയുള്ള ഈ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം കയറാൻ പറ്റുന്ന ആൾക്കാർ മാക്സിമം ഒന്ന് കയറിയിട്ട് ഈ ഒരു വ്യൂ നിങ്ങളൊന്ന് കാണണം എന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. ലാസ്റ്റ് നമ്മൾ കയറേണ്ട ഒരു സ്റ്റെപ്പ് ഇതാണ്. ഇതൊരു അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റെപ്പാണ് നമുക്ക് മേലെ കയറി വരാനായിട്ടുള്ളത്. പക്ഷേ നമ്മളെല്ലാവരും കയറിയിട്ട് ആ ഒരു വ്യൂ എല്ലാവരും കണ്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് ഹവാമഹലിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഹവാമഹലിൻ്റെ ചുറ്റും നമുക്ക് പർച്ചേസിങ് ഏരിയയാണ്. അത് മൊത്തം പർച്ചേസിങ്ങൊക്കെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടി കയറി നമ്മൾ റൂമിലേക്ക് പോകാൻ ചെയ്യുന്നത്. കാരണം അതൊക്കെ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളതിൽ ഫോണൊക്കെ മാറ്റി വെച്ച് യാത്ര, കാരണം ലാസ്റ്റ് ഡേ ആണല്ലോ നമ്മുടെ ജയ്പൂരിൽ ഇന്നത്തെ യാത്രയുടെ. അങ്ങനെ മാക്സിമം എൻജോയ് ചെയ്തു. പിന്നെ നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷായി വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ആദ്യം എല്ലാവരും സൂപ്പ് ഓരോരു കപ്പ് എടുത്ത് കഴിച്ച്, പിന്നെ ഇവിടെ ഇന്നും രാത്രി നമുക്ക് ഗുലാം ജാമും പിന്നെ ഈ ഒരു ജീര റൈസ് ഇവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും രാത്രി ആ ഒരു മെനുവിൽ ജീര റൈസ് ഉണ്ട്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ജീര റൈസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ആ ഒരു റെസിപ്പി ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ, കാരണം ഏകദേശം ഞാനൊരു ടേസ്റ്റ് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും സങ്കടം വരാൻ തുടങ്ങിയിട്ടുണ്ട്, നാളെ തിരിച്ച് പോരുന്നല്ലോ. അങ്ങനെ എല്ലാവരും മാക്സിമം പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി.